പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗത്തെ ഷോളണിച്ച് സ്വാഗതം ചെയ്തതിനായി നജീബ് ഷുണിയെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കോൺഗ്രസ് പാളയത്തിലേക്ക് കുതിച്ചേർന്ന നക്ഷത്രമെന്ന് മനസ്സിലാക്കിയ ശ്രീ രമേശ് ചെന്നിത്തലാജി നജീബിനെ തിരിച്ച് ഷോളണിയിക്കുന്ന വേദിയിലും സദസ്സിലും എത്തിയിട്ടുള്ള മുഴുവൻ നാട്ടുകാരെ, സഹപ്രവർത്തകരെ, സഹോദര സഹോദരിമാരെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 200 കൊല്ലം ഒഫീഷ്യലല്ല എങ്കിലും നേടിയെടുത്ത 100 കൊല്ലം ഒഫീഷ്യലായും നേടിയെടുത്ത സ്വാതന്ത്ര്യം മഹാത്മാഗാന്ധി എന്ന യുഗപുരുഷനിലൂടെ രാഷ്ട്രപിതാവായി പിന്നീട് പഞ്ചവത്സര പദ്ധതികളടക്കമുള്ള സുപ്രധാന കർമ്മ മണ്ഡലങ്ങളിൽ ജവഹർലാൽ നെഹ്റു പോലുള്ള ദീർഘവീക്ഷണമുള്ള നേതാക്കൾ നടത്തി. പിന്നീട് കാർഷിക വിപ്ലവം തന്നെ സൃഷ്ടിച്ച ലാൽ ബഹദൂർ ശാസ്ത്രി, തുടർന്ന് ഗ്ലോബലൈസേഷൻ പോലെയുള്ള ഇന്ത്യയെ 3ാം ലോക ശക്തിയായി ഉയർത്തിക്കൊണ്ടുവന്ന ഇന്ദിരാഗാന്ധിജി, തുടർന്ന് നമ്മൾ ഈ സമയത്ത് പോലും നമ്മുടെ പോക്കറ്റിലിട്ട് അമ്മാനമാടിക്കൊണ്ടിരിക്കുന്ന സാങ്കേതിക വിദ്യയായ മൊബൈൽ ഫോൺ അടക്കമുള്ള ലോകത്തെ മാറ്റിമറിച്ച ഒരു സാങ്കേതിക വിദ്യ ആശ്ലേഷണം ചെയ്ത രാജീവ് ഗാന്ധി എന്നവരുടെ നാമധേയത്തിലാണ് നമ്മൾ ഇവിടുത്തെ രാജീവ് ഭവൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഷേണി വിഭാവനം ചെയ്തിട്ടുള്ളത്. തന്നെ നിങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവാം ആരാണ് അധ്യക്ഷനെന്ന്. തുളു നാടിന DKശി എന്ന് പറയുമ്പോൾ DK ശിവകുമാറിനെ കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ എന്താണോ അതാണ് ഈ എൻമകജിയുടെയും അറിയുന്ന ആളുകൾക്കെല്ലാം ആ ഒരു വ്യക്തിത്വം. നിലപാടുകളുടെ രാജകുമാരൻ, പറഞ്ഞ വാക്കിൻ്റെ, ഖണ്ഡത്തിൻ്റെ, ശബ്ദത്തിൻ്റെ, വാക്കുകളുടെ അർത്ഥമറിഞ്ഞുകൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട രാധാകൃഷ്ണ മാസ്റ്റർ അവർകളാണ് ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷൻ. അദ്ദേഹത്തെ ഹാർദവമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നത്, ശിലാസ്ഥാപനം അതുപോലെ ശില വെളിവെപ്പിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഇവിടെയും പ്രിയങ്കരനായിട്ടുള്ള മുൻ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുടെ അംഗം ശ്രീ രമേശ് ചെന്നിത്തലാജി അവർകളാണ്. അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന മഹേഷ് ഭട്ടിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ഈ ഒരു കാൽപാദം ഈ ശ്രേണിയുടെയും എൻമകജിയുടെയും മണ്ണിൽ ഓരോ മണൽത്തരികളെയും പുളകം കൊള്ളിച്ചുകൊണ്ട് ഓപ്പറേഷൻ 3.0 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഭിവാദ്യങ്ങൾ 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 ത്തിൻ്റെ അധ്യക്ഷൻ, പ്രിയങ്കരനായ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ രാധാകൃഷ്ണൻ നായക്, നമ്മുടെ ജനപ്രിയനായ പാർലമെൻറ്റ് അംഗം, 2ാം തവണയും കാസർഗോഡിൻ്റെ ചരിത്രം തിരുത്തി എഴുതി മുന്നോട്ട് വന്ന പ്രിയങ്കരനായ MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, എൻ്റെ പ്രിയങ്കരനായ സുഹൃത്തും മഞ്ചേശ്വരത്തിൻ്റെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിയമസഭയിൽ ശക്തമായി കന്നഡയിലും മലയാളത്തിലും ശക്തമായി പോരാട്ടം നടത്തുന്ന ശ്രീ AKM അഷ്റഫ്, പ്രിയങ്കരനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ PK ഫൈസൽ, KPCCയുടെ ജനറൽ സെക്രട്ടറി പ്രിയങ്കരനായ K നീലകണ്ഠൻ, നമ്മുടെ എൻമകജെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയങ്കര DCC ജനറൽ സെക്രട്ടറിയുമായ സോമശേഖര JS, BS ഗംഭീർ,
മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നജീബുള്ള ഷേണി, പ്രിയപ്പെട്ട ഫറൂഖ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ്, വേദിയിലുള്ള ശ്രീ റായ്കൾ, സുബൈർ റായ്കൾ, ശ്രീ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള ശ്രീ പ്രകാശൻ, DMK ഉൾപ്പെടെയുള്ള മറ്റ് യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ ജില്ലാ പ്രസിഡൻറ്റും DCC വൈസ് പ്രസിഡൻറ്റുമായ പ്രദീപ് ഉൾപ്പെടെയുള്ള നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ NMKJ പഞ്ചായത്തിലെത്തിയിട്ടുള്ളത്. 2 ഓഫീസ്, ഒന്ന് ഞാൻ തന്നെ വരാമെന്ന് സമ്മതിച്ച ഇന്ദിരാഭവൻ, അന്ന് എനിക്ക് വരാൻ കഴിയാതെ വന്നപ്പോൾ കണ്ണൂർ MP ആയ ശ്രീ K. സുധാകരനെ അയച്ച് ഉദ്ഘാടനം ചെയ്ത ഇന്ദിരാഭവൻ, രണ്ടാമത്തേത് ഇപ്പോൾ രാജീവ് ഭവൻ. അങ്ങനെ ഈ പഞ്ചായത്തിൽ 2 കോൺഗ്രസ് ഓഫീസുകൾ നിർമ്മിക്കാൻ മുന്നോട്ട് വന്ന സോമശേഖരിയെയും മണ്ഡലം പ്രസിഡന്റ് BS ഗംഭീർ അടക്കമുള്ള ഫറൂഖ് അടക്കമുള്ള എല്ലാവരെയും ഞാൻ നല്ല ഒരു കയ്യടിയോടെ നമുക്ക് അവരെ അഭിനന്ദിക്കാം. ഒരു കോൺഗ്രസ് ഓഫീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺഗ്രസ് ഓഫീസ് ജനങ്ങളുടെ സേവന കേന്ദ്രമാണ്. ജനങ്ങൾക്കൊരാവശ്യമുണ്ടെങ്കിൽ വന്നു ചേരാൻ കഴിയുന്ന സ്ഥാപനമാണ് കോൺഗ്രസ് ഓഫീസ്. ചില രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകൾ ആയുധപ്പുരകളാണ്. എതിരാളികളെ ആക്രമിക്കാനും കൊലപ്പെടുത്താനും വേണ്ടി ആയുധങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന, ഗൂഢാലോചന നടത്തുന്ന കേന്ദ്രങ്ങളാണെങ്കിൽ കോൺഗ്രസ് ഓഫീസുകൾ ജനക്ഷേമത്തിന് വേണ്ടിയുള്ള ജനകീയ കേന്ദ്രങ്ങളാണ്. ഇതാണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം. ആയുധപ്പുരകളായി CPM ഉൾപ്പെടെ BJP ഉൾപ്പെടെ പാർട്ടി ഓഫീസുകളെ മാറ്റുമ്പോൾ ജനകീയ കേന്ദ്രങ്ങളായി നമ്മൾ കോൺഗ്രസ് ഓഫീസുകളെ മാറ്റുന്നു. നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം അതാണ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച നേതാവാണ് ശ്രീ രാജീവ് ഗാന്ധി. രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി ശ്രീപെരുമ്പത്തൂരിൻ്റെ മണ്ണിൽ ജീവിതം ഹോമിച്ച ഇന്ത്യയുടെ പ്രിയങ്കരനായ നേതാവ് രാജീവ് ഗാന്ധിയുടെ പേരിലാണ് ഈ ഓഫീസ് ഇവിടെ തുറന്ന് പ്രവർത്തിക്കുന്നത്. ഈ പ്രവർത്തനം ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകണം. ജനങ്ങളുടെ പ്രശ്നങ്ങളുമായി ഇഴുകിച്ചേരണം. ഇന്ന് BJPയെ നേരിടാൻ കഴിയുന്ന ഏക പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ്. മോഡിയെ നേരിടാൻ കഴിയുന്ന ഏക നേതാവ് രാഹുൽ ഗാന്ധി മാത്രമാണ് എന്ന കാര്യത്തിലും തർക്കമില്ല. ഇന്ന് വോട്ടുകൾ ജനാധിപത്യത്തെ അട്ടിമറിച്ച് വോട്ടർ പട്ടികയിൽ കൃത്രിമം കാട്ടി ഓരോ തെരഞ്ഞെടുപ്പിലും ജയിക്കുന്ന BJPയെ ജനങ്ങളുടെ പിന്തുണയോടെ അല്ല ജയിക്കുന്നത്. മഹാരാഷ്ട്രയിൽ, ഹരിയാനയിൽ, കർണാടകത്തിൽ, എന്തിനേറെ ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്ന ബീഹാറിൽ പോലും വോട്ട് അനധികൃതമായി ഒരാൾ 140 വോട്ടാണ് ചെയ്യുന്നത്. 225 വോട്ടാണ് ഒരാൾ ചെയ്യുന്നത്. മഹാരാഷ്ട്രയുടെ ചാർജ് എനിക്കാണ്, പാർട്ടിയുടെ. ഷിർഡി എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിൽ ഒരു വീട്ടിൽ 900 പേരാണ് വോട്ട്. 900 പേര് ഒരു വീട്ടിൽ വോട്ട്. നമ്മൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? അപ്പം ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ BJP നോക്കുന്നു. ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് ഏകാധിപത്യം അടിച്ചേൽപ്പിക്കാൻ മോഡിയും അമിത്ഷായും ശ്രമിക്കുകയാണ്. അവർക്കെതിരായിട്ടാണ് നമ്മുടെ പോരാട്ടം. ആ പോരാട്ടം ശക്തിപ്പെടുത്തണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്തെല്ലാം വലിയ തോതിലുള്ള പ്രചരണങ്ങളാണ് നടത്തിയത്. എന്നിട്ടും നരേന്ദ്രമോദിക്ക് സ്വന്തമായി ഭൂരിപക്ഷം കിട്ടിയില്ല. 2 ഊന്നുവടികളുടെ സഹായത്തോടെയാണ് മോഡി ഭരിക്കുന്നത്. നിതീഷ് കുമാറിൻ്റെയും ആന്ധ്ര മുഖ്യമന്ത്രിയായ നായിഡുവിൻ്റെയും സഹായത്തോടെയാണ്. അതേ അവസ്ഥയായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത്. രാജ്യത്തെ ജനങ്ങൾക്ക് വസ്തുതകൾ ബോധ്യപ്പെട്ടിരിക്കുന്നു. നാടിനെ BJPയുടെ വർഗീയതയിൽ നിന്ന് രക്ഷിക്കാൻ നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് പോരാടണം.
കേരളത്തിലെ കാര്യം ഞാൻ പറയേണ്ട, 10 വർഷമായി കേരളം തകർച്ചയിലാണ്. അഴിമതിയും കൊള്ളയും നടത്തുന്ന ഒരു മുഖ്യമന്ത്രി, അഴിമതിയും കൊള്ളയും നടത്തുന്ന മന്ത്രിമാർ, അവരാണ് ഇന്ന് നാട് ഭരിക്കുന്നത്. ശബരിമല അയ്യപ്പന് പോലും രക്ഷയില്ല. കലിയുഗവരദനായ അയ്യപ്പൻ്റെ സ്വർണമെല്ലാം അടിച്ചുകൊണ്ട് പോകുന്നു. 1-2 ഉദ്യോഗസ്ഥന്മാരെ പോലീസ് പിടിച്ചത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? യഥാർത്ഥ കള്ളന്മാരെ പിടിക്കണം. അവരൊക്കെ വൻ തോക്കുകളാണ്. അവരെ തൊടാനീ പോലീസിന് ധൈര്യമില്ല. 3 ദേവസ്വം മന്ത്രിമാർ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ദേവസ്വം ഭരിച്ച മന്ത്രിമാർ, ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, മെമ്പർമാർ, അവരാണ് ഈ കൊള്ളയ്ക്ക് ഉത്തരവാദികൾ. അവരെ പിടിക്കണം. വിജയ മല്യ എന്ന് പറയുന്ന കർണാടകത്തിലെ ഒരു ബിസിനസ്മാൻ, അയാളാണ് ദ്വാരപാലക ശില്പങ്ങൾ അടക്കമുള്ള മുഴുവൻ ശ്രീകോവിൽ മുഴുവൻ സ്വർണം കൊണ്ട് പൊതിഞ്ഞത്. ആ സ്വർണമെല്ലാം ഇന്ന് അടിച്ചു മാറ്റുന്ന കാര്യങ്ങളാണ് ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രി ആ കള്ളന്മാരെ മുഴുവൻ സംരക്ഷിക്കുന്നു. ഇതെല്ലാം പുറത്തു വന്നപ്പോഴാണ് ഇപ്പം ജയകുമാറിനെ, മുൻ ചീഫ് സെക്രട്ടറി, ആൾ നല്ല ആളാണ്, മുൻ ചീഫ് സെക്രട്ടറിയാണ്, അയാളെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഈ നടന്ന കൊള്ളകൾ മുഴുവൻ മറച്ചു വെക്കാൻ ഒരു മുഖം മൂടിയായിട്ടാണ് അദ്ദേഹത്തെ ഇപ്പോൾ അദ്ദേഹം നല്ല ആളാണ്, നമുക്കാർക്കും സംശയമില്ല. അപ്പം ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കൊള്ള അവസാനിപ്പിച്ചേ മതിയാകൂ. യഥാർത്ഥ പ്രതികൾ ജയിലിൽ വന്നേ മതിയാകൂ. ഇവിടെ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ അക്രമങ്ങൾ നടക്കുമ്പോൾ മിണ്ടാതിരിക്കുന്നൊരു മുഖ്യമന്ത്രി, അവർക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളെ തടയാൻ കഴിയാത്തൊരു മുഖ്യമന്ത്രി, RSSും BJPയുമായി രഹസ്യ ബാന്ധവം നടത്തുന്ന ഒരു മുഖ്യമന്ത്രി. നിങ്ങൾക്കറിയാമല്ലോ PM ശ്രീയിൽ ഒപ്പിട്ടതിനെ സംബന്ധിച്ച്. മോഡിക്കെതിരെ ഒരു അക്ഷരം പറയാത്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ഈ ഭരണം ആർക്ക് വേണ്ടിയാണ്? മാർക്സിസ്റ്റുകാർക്ക് വേണ്ടി മാത്രമാണ്. ഇപ്പം പറയുന്നു അതിദരിദ്രന്മാരെല്ലാം കേരളത്തിൽ നിന്ന് പോയെന്ന്. അതിദരിദ്രന്മാരായ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം സമ്പന്നന്മാരായതുകൊണ്ട് 9-10 വർഷത്തെ ഭരണം നമ്മൾ കണ്ടു. അതാണ് ഉണ്ടായത്. ഓരോ ദിവസവും പത്രത്തിൽ വാർത്ത വരുന്നു, അതിദരിദ്രന്മാരിവിടെ ഉണ്ട്, അവരെ നോക്കാൻ ആളില്ല. കള്ളം പ്രചരിപ്പിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ വാഗ്ദാനങ്ങൾ വാരിക്കോരിച്ചൊരിഞ്ഞ് കേരള ജനതയെ പറ്റിക്കാൻ നോക്കുന്ന ഇവർക്കെതിരായ പോരാട്ടവുമായി നമുക്ക് മുന്നോട്ട് പോകണം. എൻമകജെ പഞ്ചായത്ത് വൻ ഭൂരിപക്ഷത്തോടെ വീണ്ടും UDF ജയിച്ചു വരണം. അതിനുവേണ്ടി 5 വർഷക്കാലം എൻമകജയുടെ പ്രസിഡന്റ് സോമശേഖരൻ്റെ നേതൃത്വത്തിൽ വൻപിച്ച വികസന പ്രവർത്തനങ്ങളാണ് ഈ പഞ്ചായത്തിൽ നടന്നത്. എൻമകജെ എന്ന പഞ്ചായത്ത് ലോകപ്രസിദ്ധമാണ്. അംബികാസൂതൻ മങ്ങാടിൻ്റെ ഏറ്റവും വിഖ്യാതമായ നോവലാണ് എൻമകജെ. അത് വായിച്ച് ഞാൻ 2 തവണ വായിച്ച ആ നോവൽ പറയുന്ന എൻമകജെ സമ്പൂർണമായ മാറ്റത്തിന് വിധേയമാക്കിയത് സോമശേഖരയുടെ നേതൃത്വത്തിലുള്ള UDF പഞ്ചായത്ത് സമിതിയാണ്. അവർക്ക് വീണ്ടും UDFന് അംഗീകാരം നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങൾ നമ്മുടെ പ്രിയങ്കരനായ പാർലമെൻറ്റ് അംഗം പ്രശസ്തനായ വാഗ്മി ശ്രീ ഉണ്ണിത്താൻ സൂചിപ്പിക്കുമെന്നുള്ളത് കൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ പ്രിയങ്കരനായ MLA ഒരു കോൺഗ്രസ് തന്നെയാണ്, സംശയം വേണ്ട. ലീഗ് മാത്രമല്ല, പക്ഷേ ലീഗിനെ പോലെ തന്നെ കോൺഗ്രസിനെയും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു നേതാവാണ് AK മഷ്റഫ് എന്ന് പറയുന്ന ഞാൻ ആഗ്രഹിക്കുന്നു. നിയമസഭയിൽ കഴിഞ്ഞ ദിവസം സത്യാഗ്രഹം നടത്തി ശബരിമലയുമായി ബന്ധപ്പെട്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നിയമസഭയ്ക്കകത്ത് മാർക്സിസ്റ്റ് പാർട്ടിയോടൊപ്പം പോരാടുന്ന ശ്രീ അഷ്റഫ് ഇവിടെയുണ്ട്. 2 പേർക്കും ആശംസകൾ നേർന്നുകൊണ്ട് രാജീവ് ഭവൻ, എൻ്റെ നേതാവ് രാജീവ് ഗാന്ധിയാണ്. ഒരിക്കലും എനിക്കത് മറക്കാൻ കഴിയില്ല. ആ രാജീവ് ഗാന്ധിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ്സ് നമിച്ചുകൊണ്ട് രാജീവ് ഭവൻ എന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഈ ഷേനി ഓഫീസ് ബിൽഡിംഗ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. താങ്ക് യു. അതുകൊണ്ട് ഇന്ത്യയുടെ ചരിത്രം തിരുത്തി എഴുതാൻ
അവർ ചരിത്രകാരന്മാരെ നിയോഗിച്ചിരിക്കുന്നു. അവർ ചോദിക്കുന്നത്, എന്തിനാണ് പഴയ ചരിത്രം നമ്മൾ പഠിക്കുന്നത്? പോർച്ചുഗീസുകാരിവിടെ വന്നു, ഡച്ചുകാരിവിടെ വന്നു, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ വന്നു, ബ്രിട്ടീഷുകാരിവിടെ വന്നു, സ്വാതന്ത്ര്യ സമരം നടത്തി അവരെ ആട്ടിപ്പായിച്ചു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇനി എന്തിനാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ചരിത്രം പഠിക്കുന്നത്? സ്വാതന്ത്ര്യം നേടിയെടുത്ത് രാജ്യം 78 വർഷം പിന്നോട്ട് പോയി. മുന്നോട്ട് പോയ 78 വർഷം ഇനി എന്തിനാണ് പഠിക്കുന്നത്? അതുകൊണ്ട് 2014 തൊട്ടുള്ള ചരിത്രം ഇന്ത്യയിലെ ജനങ്ങൾ പഠിച്ചാൽ മതിയെന്നാണ് ഇന്ത്യ ഭരിക്കുന്നവർ പറയുന്നത്. അതുകൊണ്ടാണ് പാഠ്യപദ്ധതിയിൽ PM ശ്രീ എന്ന് പറയുന്ന പാഠ്യപദ്ധതിയിൽ ഈ ചരിത്രം തിരുത്തി എഴുതൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മഹാത്മാഗാന്ധി അല്ല ഇന്ത്യയുടെ രാഷ്ട്രപിതാവ്. ഗുജറാത്തിലെ ഒരു ചോദ്യ പേപ്പറിൽ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം, മഹാത്മാഗാന്ധി എന്തിനാണ് ആത്മഹത്യ ചെയ്തത് എന്നാണ്. അപ്പോൾ മഹാത്മാഗാന്ധിയെ കൊന്നവരാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത്. മഹാത്മാഗാന്ധിയെ കൊന്നവരെ മഹത്വവൽക്കരിക്കാൻ അധികാരത്തിൽ തുടരുന്നവർ ശ്രമിക്കുമ്പോൾ അതിജാഗ്രതയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകേണ്ട കാലം കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നാം ഐതിഹാസികമായ സ്വാതന്ത്ര്യ സമരത്തിലൂടെ നേടിയെടുത്ത ആ സ്വാതന്ത്ര്യം, ജനാധിപത്യം, മതേതരത്വം, ഇന്ത്യയുടെ അമൂല്യമായ ഭരണഘടന നിലനിൽക്കണമെങ്കിൽ കോൺഗ്രസ് ശക്തമാകണം. കോൺഗ്രസ് ശക്തമാകണമെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് പ്രവർത്തിക്കാനുള്ള ആസ്ഥാന മന്ദിരങ്ങൾ നമ്മുടെ നാട്ടിലുടനീളം വേണം. അതുകൊണ്ട് ആസ്ഥാന മന്ദിരങ്ങളിലൂടെ നമുക്ക് കോൺഗ്രസിനെയും UDFനെയും ശക്തിപ്പെടുത്താം. മാത്രമല്ല, ശ്രീ രമേശ് ഇവിടെ സൂചിപ്പിച്ചു, നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 റൈറ്റ് ടു പ്രൊഫസ് ആൻഡ് പ്രൊപ്പഗേറ്റ് എ റിലീജിയൻ, ഒരു ജാതിയിൽ വിശ്വസിക്കാൻ, ഒരു മതത്തിൽ വിശ്വസിക്കാൻ, ആ മതത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി മുന്നോട്ട് പോകാൻ, ആ മതം പ്രചരിപ്പിക്കാൻ ഇന്ത്യയുടെ ഭരണഘടന നമുക്ക് ഓരോരുത്തർക്കും സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചാണ് നിങ്ങൾ ഓരോരുത്തരും ഹിന്ദുവായത്, മുസ്ലിമായത്, ക്രിസ്ത്യാനിയായത്. നമുക്കിഷ്ടമുള്ള ജാതിയും മതവും സ്വീകരിക്കാം, ഇഷ്ടമുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി മുന്നോട്ട് പോകാം. ആ ആചാരത്തിൻ്റെ ഭാഗമാണ് ശബരിമല. നിങ്ങൾ ആലോചിച്ച് നോക്കേ, യേശുദാസ് എത്ര കാലമായി ഒരു പാട്ട് പാടുന്നു, ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും, ഗോപകുമാരനെ കാണും. അമേരിക്കയിലെ ഡാലസിലിരുന്നു ആ പാട്ട് പാടുന്നു. പക്ഷേ ഈ ജന്മം ഗുരുവായൂരപ്പനെ കാണാൻ യേശുദാസിന് കഴിയില്ല. കാരണം അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. ആ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന തീരുമാനമെടുത്തത് അവിടുത്തെ തന്ത്രിമാരാണ്. പക്ഷേ അതേ യേശുദാസിൻ്റെ പാട്ട് കേട്ടില്ലെങ്കിൽ, താരാട്ട് പാട്ട് കേട്ടില്ലെങ്കിൽ ഒരു ദിവസം ശബരിമല അയ്യപ്പന് ഉറക്കം വരില്ല. എന്നും രാത്രി 11 മണിക്ക് ഹരിവരാസനം എന്ന പാട്ട്, താരാട്ട് പാട്ട് യേശുദാസാണ് ശബരിമലയിൽ പാടുന്നത്. ആ താരാട്ട് പാട്ട് കേട്ടിട്ടാണ് ശബരിമലയിൽ അയ്യപ്പൻ കിടന്നുറങ്ങുന്നത്. അവിടുത്തെ ആചാരം എന്താണ്? ശബരിമല ഒരു മതേതര സ്ഥാപനമാണ്. അവിടെയുമുണ്ട് ആചാരം. 10 വയസ്സിന് മുകളിൽ 50 വയസ്സിന് താഴെയുള്ള സ്ത്രീകൾക്ക് അവിടെ പ്രവേശനമില്ല. എന്താ കാരണം? അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. സുപ്രീം കോടതിയുടെ മടവിൽ അവിടെ യുവതികളെ കയറ്റാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ഒരു ഗവൺമെൻറ് ഇപ്പോൾ ഇതാ ശബരിമലയുടെ വികാസത്തിന് വേണ്ടി അയ്യപ്പ സംഗമം നടത്തിയ ഒരു ഗവൺമെൻറ്. ആ ഗവൺമെൻറ്റിൻ്റെ ദേവസ്വം കമ്മീഷന്മാർ, ദേവസ്വം മെമ്പർമാർ, ദേവസ്വം പ്രസിഡന്റ്മാർ അയ്യപ്പൻ്റെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ അടിച്ചുകൊണ്ട് പോയി, കട്ടളപ്പടി അടിച്ചുകൊണ്ട് പോയി. കോടിക്കണക്കിന് രൂപയുടെ കൊള്ള ശബരിമലയിൽ നടന്നു. എന്തുകൊണ്ടാണ് അവരിത് ചെയ്യുന്നത്? ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം, വൈരുദ്ധ്യാത്മക ഭൗതികവാദം. കമ്മ്യൂണിസ്റ്റുകാർ ഈശ്വരനിൽ വിശ്വസിക്കുന്നില്ല, ഈശ്വര വിശ്വാസികളല്ല. മതം മനുഷ്യനെ മയക്കുന്ന കറുത്ത മരുന്നാണെന്ന് പറഞ്ഞ കാറൽ മാർക്സിൻ്റെ അനുയായികൾ ശബരിമലയിലും ഗുരുവായൂരും പോയി കഴിഞ്ഞാൽ ഗുരുവായൂരപ്പനും സംരക്ഷണമില്ല, അയ്യപ്പനും സംരക്ഷണമില്ല. നയനാർ പണ്ട് ചോദിച്ചു, ഭഗവാൻ എന്തിനാ പാറാവ്? ഇപ്പം ഞാൻ പറയുന്നു, ഭഗവാന് പാറാവ് കൊടുത്തില്ലെങ്കിൽ അയ്യപ്പനെയും അടിച്ചുകൊണ്ട് പോവും, ഗുരുവായൂരപ്പനും പോവും. അതുകൊണ്ട് ഭഗവാന് പാറാവ് എന്തിനാന്ന് തമാശ രൂപേണ ചോദിച്ച നയനാർ അദ്ദേഹത്തിൻ്റെ വായിൽ ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുക്കും ജീവിച്ചിരുന്നെങ്കിൽ. എന്താ കാര്യം? പാറാവില്ലാതെ അയ്യപ്പനുമില്ല. മീശ മാധവനിൽ ചേക്കിലെ കള്ളനല്ല വിഗ്രഹം അടിച്ചുകൊണ്ട് പോയത്,
കള്ളനെ പിടിക്കാൻ വന്ന SI ആണ് വിഗ്രഹം അടിച്ചുകൊണ്ട് പോയത്. അതുപോലെ അയ്യപ്പൻ്റെ ഓരോ സ്വർണ്ണ വിഗ്രഹങ്ങളും തട്ടിക്കൊണ്ടു പോകുന്ന ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാണ്, ദേവസ്വം ബോർഡ് മെമ്പർമാരാണ്. അതിന് കൂട്ടു നിൽക്കുന്നത് ദേവസ്വം മന്ത്രിയാണ്. ആ മന്ത്രിയെ സംരക്ഷിക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ തമ്മിൽ ഒരു അന്തർധാര, ആ അന്തർധാര ശരിക്കും മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് നീങ്ങണം. ഇനി അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഒരു UDF മുഖ്യമന്ത്രി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ കേരളം നമ്മൾ ഭരിക്കുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നമുക്ക് കിട്ടിയില്ലെങ്കിൽ കേരളം ഭരിച്ചിട്ടൊരു കാര്യമില്ല. കാരണം ഇന്ന് പാർലമെൻ്റ് ഒരു നിയമനിർമ്മാണ സഭയാണ്, അസംബ്ലി ഒരു നിയമനിർമ്മാണ സഭയാണ്. അധികാരം മൊത്തം രാജീവ് ഗാന്ധി ജനങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു. മഹാത്മാഗാന്ധിയുടെ സ്വപ്നമാണ് പഞ്ചായത്തി രാജ് നഗരപാലിക. ഇന്ന് ഒരു പഞ്ചായത്ത് മെമ്പർക്ക് പാർലമെൻറ്റ് അംഗത്തേക്കാൾ വിലയുണ്ട്. അതുകൊണ്ട് ഈ പഞ്ചായത്ത് നിരവധി വർഷക്കാലമായി നമ്മുടെ കയ്യിലിരിക്കുന്നു. മറ്റു പാർട്ടികളിൽ നിന്ന് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരെയും സ്വീകരിച്ച് നമ്മുടെ ശക്തി തെളിയിച്ച് അടുത്ത പ്രാവശ്യം ഈ പഞ്ചായത്ത് പിടിച്ചടക്കി അതുവഴി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. അതിന് ഈ ഓഫീസ് ഒരു ആസ്ഥാന മന്ദിരമായി പ്രവർത്തിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും സർവശക്തനായ തമ്പുരാൻ നന്മ വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. നന്ദി രാജ്മോഹൻ ഉണ്ണിത്താൻ MP. ഈ അവസരം ഞങ്ങൾ വിനിയോഗിക്കുന്നു. രാജീവ് ഭവൻ നിർമ്മാണത്തിൽ സുപ്രധാന പങ്കുവഹിച്ച 3 പേരെ ആദരിക്കുന്ന നിമിഷമാണിനി. അതിനായി കുഞ്ഞഹമ്മദ് ഹാജി, SU ചന്ദ്രശേഖര റായ്, PG ശാരദ Y എന്നിവരെ ഫെലിസിറ്റേഷൻസ് ആദരവ് നൽകുന്നതിനും ശ്രീ രമേശ് ചെന്നിത്തലജിയെയും ക്ഷണിച്ചുകൊള്ളുന്നു. രാജീവ് ഭവൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഷേണി ആസ്ഥാനം തല ഉയർത്തി നിൽക്കുന്ന ഈ അസുലഭ നിമിഷം ഉണ്ടാകുന്നതിനു വേണ്ടി പിന്നിൽ ಪ್ರವರ್ತಿಸ ಗೆದ್ದಂತ ಮಹೇಶ್ ಭಟ್ರವರು ಮತೀಯ ಸಾಮರಸ್ಯಕ್ಕೋಸ್ಕರ ಕಾಂಗ್ರೆಸ್ ಪಕ್ಷಕ್ಕೆ ಸೇರ್ಪಡೆದೆ ಅಂತ ಒಂದು ಸಂತೋಷದ ಕಾರ್ಯಕ್ರಮ ಇಲ್ಲಿ ನಡೀತಾ ಇದೆ. ನಾನು ಸುದೀರ್ಘವಾದ ಭಾಷಣಕ್ಕೆ ಮುಂದುವರಿತಾ ಇಲ್ಲ. ಭಾರತ ದೇಶದಲ್ಲಿ ಜಗತ್ತಿಗೆ ಸಾಮರಸ್ಯದ, ಮಾನವೀಯತೆಯ, ಶಾಂತಿಯ, ನಂದಿಯ ಸಂದೇಶವನ್ನು ನೀಡಿದಂಥ ನಮ್ಮ ದೇಶ ಕಳೆದ 10 ವರ್ಷಗಳಲ್ಲಿ ಮತೀಯ ಜಗಳಗಳಿಂದ ಜಗತ್ತಿನ ಮುಂದೆ ತಲೆ ತಗ್ಗಿಸುವಂಥದ್ದು ಪರಿಸ್ಥಿತಿ ನಮ್ಮ ದೇಶಕ್ಕೆ ಬಂದೊದಗಿದೆ. ಅದರ ಅಡಿಯಲ್ಲಿ ವಿರೋಧ ಪಕ್ಷದ ನಾಯಕರಾದ ರಾಹುಲ್ ಗಾಂಧಿ ಅವರು ಹರಿಯಾಣದಲ್ಲಿ, ಮಹಾರಾಷ್ಟ್ರದಲ್ಲಿ, ದೇಶದಲ್ಲಿ BJP ಯಾವ ರೀತಿ ಗೆಲ್ತಾ ಇದೆ ಎಂಬುದನ್ನು ಪತ್ರಿಕಾಗೋಷ್ಠಿ ಮುಖಾಂತರ ನಮಗೆಲ್ಲ ತೋರಿಸಿ ಕೊಡುವಾಗ ಈ ದೇಶದ ಪ್ರಜಾಪ್ರಭುತ್ವ ವ್ಯವಸ್ಥೆ ಯಾವ ಹಂತಕ್ಕೆ ಹೋಗ್ತಾ ಇದೆ ಎಂಬ ಒಂದು ಭಯ ನಮ್ಮನ್ನು ಕಾಣ್ತಾ ಇದೆ. 3 ದಿನಗಳ ಹಿಂದೆ ರಾಹುಲ್ ಗಾಂಧಿ ಅವರು ಪತ್ರಿಕಾಗೋಷ್ಠಿ ಕರೆದಾಗ ಬ್ರೆಜಿಲ್ನ ಒಂದು ನಟಿ ಅಂದರೆ ಮಾಡೆಲ್ 22 ಮತ ಪಟ್ಟಿಗೆಯಲ್ಲಿ ಅವರ ಹೆಸರಿದೆ, ಅವರು ಮತದಾನ ಮಾಡಿದ್ದಾರೆ ಅಂತ ಹೇಳಿದರೆ ನಮ್ಮ ಚುನಾವಣಾ ಸಂಸ್ಥೆ ಅವಸ್ಥೆ ಏನಂತ ಎಂಬುದು ನಮಗೆಲ್ಲ ಭಯದಿಂದ ನಾವು ಕಾಣ್ತಾ ಇದ್ದೇವೆ. ಇಲ್ಲೂ ಕೂಡ ಈ ಒಂದು ಮಂಜೇಶ್ವರ ವಿಧಾನಸಭಾ ಕ್ಷೇತ್ರದಲ್ಲಿ 40 ವರ್ಷಗಳಿಂದ ನಾವು ಹೋರಾಟ ಮಾಡ್ತಾ ಇರೋದು ಸಾಮರಸ್ಯಕ್ಕೋಸ್ಕರ, ಇಲ್ಲಿಯ ಶಾಂತಿಗೋಸ್ಕರ, ನೆಮ್ಮದಿಗೋಸ್ಕರ, ಅಭಿವೃದ್ಧಿಗೋಸ್ಕರ. ಇಲ್ಲೂ ಕೂಡ ಈ ಒಂದು ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಇನ್ನೂ ಕೂಡ ಪಂಚಾಯತ್ ಚುನಾವಣೆಯಲ್ಲಿ ಮಂಜೇಶ್ವರ ವಿಧಾನಸಭಾ ಕ್ಷೇತ್ರದಲ್ಲಿ ಹೆಣ್ಮಕಜೆ ಮಾತ್ರವಲ್ಲ 8 ಗ್ರಾಮ ಪಂಚಾಯತ್ಗಳಲ್ಲಿ ಕೂಡ ಈ ಸಲ ಐಕ್ಯ ಪ್ರಜಾಪ್ರಭುತ್ವ ರಂಗ ಆಡಳಿತಕ್ಕೆ ಬರಲಿದೆ ಎಂಬುದರಲ್ಲಿ ಯಾವುದೇ ಸಂದೇಹ ಯಾರಿಗೂ ಬೇಡ. ಜಿಲ್ಲಾ ಪಂಚಾಯತ್ ಕೂಡ ನಮ್ಮ ತೆಕ್ಕೆಗೆ ಬರ್ತಾ ಇದೆ, ಬ್ಲಾಕ್ ಪಂಚಾಯತ್ ಕೂಡ ನಾವು ಗೆಲ್ತಾ ಇದ್ದೇವೆ. ಈ ಒಂದು ಚುನಾವಣೆಯ ಮುಂಚಿತವಾಗಿ ಕಚೇರಿ ಉದ್ಘಾಟನಾ ಸಮಾರಂಭಕ್ಕೆ ಎಲ್ಲ ರೀತಿಯ ಶುಭಗಳನ್ನು ಕೋರ್ತಾ ಇದ್ದೀನಿ. ಸೋಮಶೇಖರ್ ಅವರ ನೇತೃತ್ವದಲ್ಲಿ ಈ ಪಂಚಾಯತಲ್ಲಿ ಯಾವ ರೀತಿಯ ಕಾರ್ಯಗಳು ಕಾಂಗ್ರೆಸ್ ಪಕ್ಷದ ಮುಖಾಂತರ, UDFನ ಮುಖಾಂತರ ನಡೀತಾ ಇದೆ ಎಂಬುದು ನಾವೆಲ್ಲ ಕಾಣ್ತಾ ಇದ್ದೇವೆ. ಮಹೇಶ್ ಭಟ್ ಸಮೇತ ಪಕ್ಷಕ್ಕೆ ಸೇರ್ಪಡೆಗೊಂಡಿರೋ ಎಲ್ಲರನ್ನು ಹೃತ್ಪೂರ್ವಕವಾಗಿ ಸ್ವಾಗತಿಸಿ ರಾಜೀವ್ ಭವನ್ಗೆ ಹೃತ್ಪೂರ್ವಕವಾದ ಈ ക്ഷേത്ರದ ಶಾಸಕ ಎಂಬ ನೆಲೆಯಲ್ಲಿ ಶುಭಗಳನ್ನು ಕೋರಿನ ಮಾತಿಗೆ ವಿರಾಮ. ജയ് ഹിന്ദ്, ജയ് UDF. ഞാൻ എന്നിൽ അർപ്പിതമായ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ പരിപാടിയുടെ ഭാഗമായി ഈ പതാക ഉയർത്തിയ, ഈ ത്രിവർണ്ണ പതാക ഇവിടെ ഉയർത്തിയ ശ്രീ രാധാകൃഷ്ണ മാസ്റ്റർ
നമ്മുടെ എൺമകജയുടെ കോൺഗ്രസിൻ്റെ നെടുന്തൂണ്, പകരക്കാരനില്ലാത്ത പ്രവർത്തകൻ്റെ പ്രിയപ്പെട്ട അധ്യാപകൻ ശ്രീ രാധാകൃഷ്ണ മാസ്റ്ററാണ്. രാധാകൃഷ്ണ മാസ്റ്റർക്ക് ഈ കമ്മിറ്റിയുടെ പേരിൽ ഈ വ്യക്തിപരമായും എൻ്റെ നന്ദിയും രേഖപ്പെടുത്തുന്നു. അതേപോലെ തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച ശ്രീ രമേശ് ചെന്നിത്തല, കേരളത്തിൻ്റെ മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡൻറ്റും കൂടിയായിട്ടുള്ള രമേശ് ചെന്നിത്തല, അവരും അവരുടെ അഭാവത്തിൽ ഈ കമ്മിറ്റിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതേപോലെ തന്നെ ഇന്നത്തെ ചീഫ് ഗസ്റ്റായി ഈ പരിപാടിയിൽ പങ്കെടുത്ത കാസർഗോഡിൻ്റെ ജനകീയനായ MP, അദ്ദേഹത്തിനും ഈ കമ്മിറ്റിയുടെ പേരിൽ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു.